നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരിക്കൽ ഞാനിവിടെ കള്ളനെന്ന് മുദ്ര കുത്തപ്പെട്ടവനായതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് വേണ്ടച്ച, പിടിക്കപ്പെട്ട നമ്മള് കുറ്റം സമ്മതിക്കും. പാടില്ല മോളെ, ഈ അച്ഛന്റെ വാക്ക് മോൾ ഒരിക്കലും തട്ടിക്കളയരുത്. ശരി അച്ഛ. എന്നാ സത്യം ചെയ്യും. ഇല്ല അച്ഛ, ഞാൻ അച്ഛൻ പറയുന്ന പോലെ തന്നെ ചെയ്തോളാം. എന്തായാലും ഞാൻ ആന്റിയെ പോയൊന്ന് കാണട്ടെ. ഇനി ആ കാശ് സൂര്യയുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടോന്ന് അറിയണ്ടേ. അതെന്താ നീ മോളെ അങ്ങനെ പറഞ്ഞത്? പറയാൻ പറ്റില്ലല്ലോ അച്ഛ, എപ്പോഴും ഞാൻ ഓഫീസിലില്ലല്ലോ. ആ, എന്നാ വേഗം ചെല്ല്. എന്നിട്ട് ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ. ശരി അച്ഛ. ഈശ്വര കാത്തോണേ. ആന്റി, എന്തു പറ്റി? വല്ലാത്ത ആലോചനയിലാണല്ലോ. ആലോചിക്കാനല്ലേ പറ്റൂ. വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോ ആലോചന മാത്രമേ മിച്ചം ഉണ്ടാവൂ. ഒന്നും ശരിയായല്ലോ മോളെ നടക്കുന്നത്. ഞാൻ എന്തൊക്കെ കണക്ക് കൂട്ടിയോ അതൊക്കെ പിഴച്ചുപോയി. ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റായിപ്പോയി. ആന്റി ഉദ്ദേശിച്ചത് ഭാവനയുടെ കാര്യമാണെങ്കിൽ കാത്തിരുന്ന് മാത്രമേ അത് പരിഹരിക്കാനാവൂ. ഭാവനയുടെ കാര്യം മാത്രമല്ല, ഞാൻ എടുത്ത ഓരോ തീരുമാനങ്ങളുടെയും അനന്തരഫലമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊരു തോന്നല്. ഞാൻ പെട്ടെന്നെടുത്ത തെറ്റായ തീരുമാനങ്ങളെല്ലാം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വീടാകെ താളം തെറ്റി. എന്റെ ആരോഗ്യം പകുതി വാടിയ അവസ്ഥയിലായി. ഞാൻ എപ്പോഴാ താഴെ വീഴുന്നതെന്നറിയില്ല. ഇതെല്ലാം ഞാൻ ഭാവനെ ദ്രോഹിച്ചതുകൊണ്ടാണെന്ന് എന്റെ മോൻ പോലും പറയുന്നത്. ദേവേട്ടൻ എന്നെ നോക്കുന്നത് പോലും അറപ്പോടെയാ. നന്നായി നടന്നിരുന്ന ബിസിനസ് കാര്യങ്ങളെല്ലാം താളം തെറ്റിയിരിക്കുക. കമ്പനിയിൽ എന്ത് കാര്യം താളം തെറ്റിയെന്ന് ആന്റി പറയുന്നത്? അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ടാണല്ലോ പോകുന്നത്. ഒന്നും നന്നായിട്ടല്ല മോളെ പോകുന്നത്. എനിക്കിപ്പോ ഒന്നിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എത്ര വലിയ ബിസിനസ് അവസരങ്ങളാണെന്നറിയോ ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടത്. ഞാനുണ്ടായിരുന്നപ്പോ ഈ അവസരങ്ങളൊന്നും കൈവിട്ട് കളയില്ലായിരുന്നു. ആന്റി ഇല്ലെങ്കിലും അങ്കിൾ അവിടെ ഉണ്ടല്ലോ. പിന്നെ ഞാനും സൂര്യയൊക്കെ ഇല്ലേ. ഞാൻ സൂര്യപ്രഭയിലായിരുന്ന ദിവസങ്ങളിൽ സൂര്യ 1-2 ദിവസമല്ലേ ഓഫീസിൽ പോയിട്ടുള്ളൂ. അവനൊന്നിനും ഒരു താല്പര്യവുമില്ല. ബിസിനസ്സിനും താല്പര്യമില്ല. പ്രയത്നിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് എന്ത് കാര്യം? ആന്റി, ഇക്കാര്യം ഞാനും സൂര്യയോട് പറഞ്ഞതാ. ആന്റിക്ക് സുഖമില്ലാതായതിനു ശേഷം ബിസിനസ്സിലൊന്നും സൂര്യക്ക് തീരെ ശ്രദ്ധയില്ല. ആ സുജിത് മേനോനും സൂര്യയും കൂടി പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് തന്നെ ഇപ്പൊ പ്രതിസന്ധി ഘട്ടത്തിലാ. നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയത്. ഞാനതറിഞ്ഞു. സൂര്യ പറഞ്ഞ 2 ഡേറ്റ് മാറ്റേണ്ടി വന്നു. ഇങ്ങനെ പോയാ അവർ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറാനാ കൂടുതൽ ചാൻസ്. എന്റെ അസുഖം അവൻ എന്തിനാ ഒരു കാരണമാക്കി എടുക്കുന്നേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ സുജിത് മേനോനെ പോലെ ഒരു പാർട്ണറെ ഒത്തു കിട്ടിയെന്നറിയോ? 1ഉം 2ഉം അല്ല, 10 കോടി അഡ്വാൻസ് ആയി ഒരു ഗ്യാരണ്ടി ഇല്ലാതെ സുജിത് മേനോൻ തന്നിരിക്കുന്നത്. ഓഹോ, അത്രയും കാശും ഇപ്പോഴും സൂര്യയുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടല്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആരെയോ കാണാനെന്ന് പറഞ്ഞ് 2ഉം കൂടി പോയത്. ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോ ഭാവനയുടെ വീട്ടിൽ പോയതായിരിക്കും. വെറുതെ എന്തിനാ എപ്പോഴും അങ്ങോട്ട് പോകുന്നത്? അവക്ക് ഇവിടെ എങ്ങനെ അടങ്ങിയിരുന്നാ പോരെ? അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആന്റി. നമ്മളോടൊന്നും പറയാത്തതാ. എന്ത് പ്രശ്നം? ആ ഭരത്തും ഭാവനയും തമ്മിലും എന്തൊക്കെയോ വഴക്കുകളുണ്ടായി. അവൻ വീട് വിട്ട് പോവാനൊക്കെ ഒരുങ്ങിന്നാ കേൾക്കുന്നത്. ഭാവന അതിന്റെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഈ ഭാവന എന്തിനാ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? അവളാ വീട്ടിലെ പാലൂട്ടി വളർത്തിയവരെല്ലാം മുന്തിയ ഇനങ്ങളാണല്ലോ. പിന്നെ വിവാഹം കഴിഞ്ഞാലും ഭാവനയ്ക്ക് എല്ലാവരെയും തന്റെ ചൊൽപ്പടിയിൽ തന്നെ നിർത്തണം.
അത് ആന്റി പറഞ്ഞത് ശരിയാ. ഇന്നും ഭാവനയുടെ അടിമകളെ പോലെ ജീവിക്കാൻ അവരെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അവർക്കും അവരുടേതായ തീരുമാനങ്ങളില്ലേ? ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാ പിന്നെ ഈ കൂടെപ്പിറപ്പുകളും മക്കളും ഒന്നും കയ്യിൽ നിൽക്കില്ല മോളെ. ഇപ്പൊ പഴയ കാലമൊന്നുമല്ല. ആരെ കൊന്നിട്ടാണെങ്കിലും 10 കാശുണ്ടാക്കണമെന്ന് ചിന്ത മനസ്സിൽ കേറിയ പിന്നെ എന്ത് സ്വന്തം എന്ത് ബന്ധം. അങ്ങനെ ഒരുത്തനായി ഈ ഭരത്. അവനാ അംബാലികയുടെ മകളെ വശത്താക്കിയത് കണ്ടില്ലേ? കാശുള്ള വീട്ടിലെ കുട്ടികളെ മയക്കിയെടുക്കുന്നതില് ഭാവനയും സഹോദരങ്ങളും ഒക്കെ മിടുക്കര. അവൻ പുളിങ്കൊമ്പിലല്ലേ പിടിച്ചിരിക്കുന്നത്. ഇനി അവന് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഭാവനയുടെ ഭരണമൊന്നും ഇനി അവന്റെ അടുത്ത് ചിലവാവില്ല. ഈ ഭാവന ആരാ? പോലീസോ? എല്ലാവരെയും വരുതിക്ക് നിർത്താൻ. പട്ടാള ചിട്ടയിലെ സഹോദരങ്ങളെ ഭരിക്കാൻ ചെന്നാലേ അവര് പ്രതികരിക്കും. ഇവിടെ തന്നെ കണ്ടില്ലേ, സൂര്യ അവളുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചാ കൊണ്ടു നടക്കുന്നത്. എന്റെ കണ്ണിൽ നിന്ന് വീണ ഓരോ കണ്ണുനീരിനും അവൾ അനുഭവിക്കും. നോക്കിക്കോ. അവളുടെ സഹോദരങ്ങളെല്ലാം അവളെ തള്ളി പറയും. ആന്റി, ദേ അവര് വന്നു. ഭാവനയുടെ സാരിയിൽ തൂങ്ങി നടക്കുന്നതിന് അവനോട് ഇന്ന് 2 വർത്താനം പറയണം. വേണ്ട ആന്റി, ഭാവനയും സൂര്യയും നമ്മൾ ഇപ്പോഴെന്തെങ്കിലും പറഞ്ഞാ നമ്മൾ കരുതി കൂട്ടി പ്ലാൻ ചെയ്തതായിട്ട് തോന്നും. ഓഫീസ് കാര്യങ്ങൾ ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സംസാരിക്കുന്നേ? എന്താമ്മേ വല്ലാതിരിക്കുന്നെ? എന്താ മനസ്സ്? ഓ, അപ്പൊ നിനക്ക് അമ്മയുടെ മുഖം കാണാല്ലേ? അല്ല, ഈയിടെയായി നിനക്ക് അതൊക്കെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? അമ്മേ, അമ്മയോട് തർക്കിക്കാനൊന്നും ഞാനില്ല. മനസ്സേ, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സ്വാമിജിയെ വല്ലതും കാണണോ? എനിക്കൊരു കുഴപ്പമില്ല. നീ കാരണം കുഴപ്പങ്ങൾ ഉണ്ടാകാതിരുന്നാ മതി. ഞാൻ കാരണം അമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ എന്ത് ചെയ്തു? നീയും ഭാവനയും കൂടി ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നാ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അമ്മ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. എടാ, നിന്നെ ആ ഓഫീസ് അക്കൗണ്ടന്റ് വിളിച്ചിട്ട് നീ എന്താ സംസാരിക്കാത്ത? അയാൾ എത്ര തവണ വിളിച്ചു? ഇവളുടെ കാര്യങ്ങൾ മാത്രമേ നീ നോക്കത്തുള്ളൂ. കമ്പനി കാര്യങ്ങൾ നോക്കാനൊന്നും നിനക്ക് താല്പര്യമില്ല. നീ ഓഫീസ് കാര്യങ്ങളിൽ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. നിനക്കിപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളല്ല പ്രധാനം. എന്താ പ്രശ്നം?